ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗ് കണ്ടാ. നമ്മൾ ഇടയ്ക്കൊക്കെയാണ് ഷോപ്പിങ്ങിന് പോകാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ വല്ലപ്പോഴും നമ്മൾ നെസ്റ്റോ പോലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയിട്ട് മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും നെസ്റ്റോയിൽ അത്യാവശ്യം നല്ല ഓഫറുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നമ്മുടെ അമ്മയുണ്ട്, അമ്മ അവിടെ അയ്യന്തോട് നിൽക്കുന്നുണ്ട്. അമ്മേനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ബിന്ദു ഉണ്ട്, ശിവുണ്ട്. ശിവു എങ്ങടെ പോണേ? പിക്ക് ചെയ്തിട്ട് എന്തൊക്കെ മേടിക്കാ? യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്കത് കാണാം. നീ പറഞ്ഞാ മതി. ഗൈസ്, നമ്മുടെ പമ്പില് എയർ കുറവുണ്ട് അല്ലേ? ടയറിലെ എയർ കുറവുണ്ട്. ഇന്നും തന്നെ പ്രശ്നം. പഠിക്കാൻ പോകണം. പമ്പിൽ തന്നെ എയർ അടിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്ത് പറ്റി? ഏത് കേക്കാ? കൃഷ്ണന്റെ കേക്കോ? ഓക്കെ, അമ്മ പോസ്റ്റ് ആവട്ടോ ഗൈസ്. അമ്മ പോസ്റ്റ് ആവട്ടോ വേഗം. ഹായ് ഗൈസ്, നമ്മളുടെ ഷിവുവിന്റെ എന്താ പറയാ ഡാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തിട്ട് ഷിവു ഇത് ഡാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഡിസംബറിലാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ശിവ ഏത് പാട്ടാ ഡാൻസ് കളിക്കണേ? ഡിയോ 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 ഡിയോ. എനിക്കൊന്നും അറിയില്ല കേട്ടോ. കഷ്ടം നോക്കിയേ. ഇപ്പൊ നമ്മള് നെസ്റ്റോലെത്തിട്ടാ. നമ്മൾ ഇതുവരെ വന്നിട്ട് ഇവിടെ ഇമ്മാതിരി തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. വണ്ടി ഇടാൻ ഒരു പൊടിക്ക് സ്ഥലമില്ല. പിന്നെ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് എങ്ങനെയോ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ കിട്ടി. ശിവുട്ടി ഇങ്ങോട്ട് നോക്കിയേ. അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഒരുപാടധികം ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് ഇമ്മാതിരി തിരക്ക് ഞങ്ങളവിടെ കണ്ടിട്ടില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു. കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പോലും തിരക്കായിട്ട് റോഡ് സൈഡിലൊക്കെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഭാഗ്യം കൊണ്ട് കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ എല്ലായിടത്തും കവർ ചെയ്തിട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നേരം വൈകും വീട്ടിലെത്താനായിട്ട്. ഇരുട്ടായി തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എല്ലായിടത്തും സാധനങ്ങൾ എടുക്കാൻ പറ്റിയില്ല. എന്നാലും പരമാവധി എല്ലായിടത്തും പോയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് നോക്കായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് കുട്ടികളുടെ ഗ്ലാസ്സാണെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് സെറ്റായില്ല. ഞാൻ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെക്കാറില്ല. അപ്പം നമ്മളിത് ബില്ല് പേ ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അറേബ്യൻ ട്രീറ്റിൽ പോയി. നമ്മൾ എപ്പോഴും മന്തി കഴിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ പോയി മന്തി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അമ്മേനെ കൊണ്ട് പോകലൊക്കെ കുറവാണ്. അത് കാരണം ഈ പ്രാവശ്യം എന്തായാലും അമ്മേനെ കൊണ്ട് പോവാമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൺഡേ അങ്ങനൊരു സൺഡേ ആയി. അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഫേവററ്റ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഴയ്ക്കൽ അറേബ്യൻ ട്രീറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ ഫുൾ അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അടിപൊളിയായിട്ടില്ല? സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യില്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. ഹലോ, ഇനി മന്തി കഴിക്കണ്ടേ?
അങ്ങനെ നമ്മുടെ മന്തി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടേക്കാണ് വരിക, അല്ലെങ്കിൽ നെഹദിയിലേക്കാണ് കേട്ടോ പോകാറുള്ളത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കൂരി ഇരുട്ടാണ്. കഴുകാൻ വന്ന് കൊടുക്കണത് അവിടെ അറിയത്തില്ല കേട്ടോ. ആത്മാക്കളുടെ താഴ്വാരം ബിന്ദുവിന്റെ വീട് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു പറമ്പായിരുന്നു ഗൈസ്. ഫുള്ള് പറമ്പായിരുന്നു. ഫുള്ള് പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കിടക്കാൻ മടിക്കുന്നു. ഏത് ഗ്യാസാ? ബയോ ഗ്യാസാണോ? ശിവന് കാണാൻ പറ്റില്ല, ഇരുട്ടല്ലേ. അപ്പൊ നമ്മള് നേരെ അമ്മേനെ അവിടെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. പ്രേതത്തിന് മുമ്പിലാണ് കേട്ടോ അമ്മിക്കുന്നേ. അപ്പൊ ഇത് പ്രേതത്തിന്റെ ഇരുട്ടാണ്. ഇവിടെ ഉണ്ട്. അമ്മനൊക്കെ പിടിച്ചാലോ? കണ്ടി പഠിക്കും പിടിച്ചാൽ. അപ്പൊ നമുക്ക് ഒരു കൊള്ളമാര് മിഠായി തന്ന നമ്മള് അവരുടെ കഴിക്കാത് കൊല്ലണം. വേണ്ട, ചെവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുക ശിവന്. അപ്പൊ നമ്മളിവിടെ എത്തിണ്ട്. അപ്പൊ അമ്മയ്ക്കൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. പൊക്കോ അപ്പോൾ കുട്ടുവിൻ്റെ അമ്മയ്ക്ക് ഏതെടുത്തതെന്ന് ചോദിച്ചതാണ് കേട്ടോ അമ്മ. അപ്പോൾ കുട്ടുവിൻ്റെ അമ്മയ്ക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല, സൈസ് കിട്ടിയില്ല. അത് കാരണം കൊണ്ട് എടുത്തില്ല. അമ്മയ്ക്ക് വേറെ കടയിൽ പോയിട്ട് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അമ്മ നാളെ പാലക്കാട് വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇരിക്കണത്. അപ്പോൾ ഇത് ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ എനിക്ക് ബ്ലാക്ക് അലുവ കഴിക്കണം തോന്നിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അവിടെ പെരുന്നാൾ നടക്കണ്ടായിരുന്നു ഭാഗത്തേക്ക് പോയി. അപ്പോൾ കുട്ടു എനിക്ക് പോയിട്ട് ബ്ലാക്ക് അലുവയൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബ്ലാക്ക് അലുവയാണ് ഇഷ്ടം. ബാക്കിയൊക്കെ ഭയങ്കര മധുരം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ മറ്റേ മുറുക്ക് പോലത്തെ സംഭവം ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മേനാക്കിയിട്ട് ബിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളിപ്പോൾ ഒരു പെരുന്നാൾ കാണാൻ പോയി. പെരുന്നാളൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് മേടിച്ചത്. പിന്നെ കുറേ സാധനങ്ങൾ അമ്മയുടെയാണ്, അമ്മയ്ക്ക് കൊടുത്തയച്ചിട്ടാ. കുറച്ച് സാധനങ്ങൾ അമ്മയ്ക്ക് കൊടുത്തയച്ചു. പിന്നെ പിന്നെ അമ്മയ്ക്ക് ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നമുക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിയ സംഭവമാണ് ഈ പഞ്ചസാര. 1 കിലോ നെസ്റ്റോൻ്റെ ഓൺ പഞ്ചസാര. പിന്നെ നമ്മൾ ശിവൂനൊക്കെ അങ്കണവാടിക്ക് പോകുമ്പോഴാനും തിന്നാനും പിന്നെ ഞങ്ങൾക്ക് തിന്നാനൊക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റ് പൈസ കേട്ടൊക്കെ. പിന്നെ ഇതവളുടെ ചിപ്സ്, പൊട്ടാറ്റോ ചിപ്സ്. പിന്നെയുള്ളത് റൈസ് പൗഡർ, നല്ല നൂലപ്പം, വട്ടയപ്പം, കൊട്ടപ്പം, അതൊക്കെ ഉണ്ടാക്കാൻ പൊടി. പിന്നെ ഇത് ശിവന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചു കുക്കീസ്. അതെനിക്ക് ഭയങ്കര ചോക്ലേറ്റ് മേടിച്ചിട്ട് ഇത് മേടിച്ചിട്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതൊക്കെ അവരുടെ ഐറ്റംസ് ആണ്. ഇതൊന്നും ഞാൻ തിന്നില്ല. പിന്നെ നമ്മള് നന്മയുടെ ഒരു നിറകുടം വെള്ളക്കടല മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറെ നാളായി ഞാൻ കഴിച്ചിട്ടാ, കുറെ കൊല്ലങ്ങളായി. പിന്നെ ഉള്ളത് ഒരു പ്ലം കേക്കാണ്. ഇതിന് എത്ര 99 രൂപയാണ്. 100 സംതിങ് 150 രൂപ. 150. ഇതിന് 150 രൂപ കേട്ടാ. പിന്നെ ഇത് ഒരെണ്ണം അമ്മയും മോള് ഫ്രീ ആയിട്ട്, ഒരെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം ഫ്രീ സോഫ്റ്റ് ടച്ചിൻ്റെ. ഇതിനെത്ര അടി? അത് 199. 199 ഇല്ല, അതിനും കുറവാണ്, ഓർമ്മയില്ല. ഇതുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു അടിപൊളി സ്റ്റീസിൻ്റെ പ്യുർ ഫെം ഹൈ സ്പീഡാട്ടോ. ഒന്ന് കഴിഞ്ഞത്ത് നമ്മൾ കുളിപ്പിക്കും അമ്മാതിരി. എനിക്ക് പക്ഷെ മറ്റേതാ ഇഷ്ടപ്പെട്ടത്. ഒരു ദിവസം മേടിക്കണം. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് നല്ല നാടൻ കടുമാങ്ങ അച്ചാർ കേട്ടാ. പിന്നെ അവിടെ ഫിഷ് അച്ചാറ്, മറച്ചച്ചാറ്, അങ്ങനെ കുറേ അച്ചാറുകളുണ്ടായിരുന്നു. പിന്നെ ഓരോ കാര്യം ആലോചിച്ചപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ അടിച്ച് സെറ്റാകാൻ പറ്റിയ സാധനമാണ്. ശിവപ്പെട്ടുള്ള ഡ്രസ് അവിടെ നിന്ന് മേടിച്ചാട്ടാ. 3 to 4 2 to 3 ആണ് ഏജ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്തിരി വലിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കടുമാങ്ങച്ചാറുണ്ട്. ഞാൻ പറയട്ടെ, ഭാസ്കര അടിച്ചു കറി വാ.
പിന്നെ നമ്മുടെ ശിവൂട്ടിക്കും ഞങ്ങൾക്കൊക്കെ 4 മണിക്കിരുന്ന് അന്നുകൊണ്ട് തിന്നാനായിട്ട് നോക്കിയാൽ കാണിച്ചു കൊടുത്തേ നല്ല സൂപ്പർ മിക്സ്ചർ. അത് ഞാൻ പറഞ്ഞില്ലേ അവള് മേടിച്ചാന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് നല്ല കാഡ്ബറിയുടെ നല്ല കിഡിലൻ ചോക്കോ ബേക്സ് കുക്കീസ് പൊട്ടിച്ച് തീറ്റ ഇറങ്ങി. ഇത് പിന്നെ ശിവുന് എപ്പോഴൊക്കെ നെക്സ്റ്റ് പോകണ്ട അപ്പോഴൊക്കെ കണ്ടോ നിങ്ങള് ഒരു കാര്യമില്ല അതവിടെ ആ സൈഡില് ബില്ല് ചെയ്യാനോടത്ത് ഇങ്ങനെ ഉണ്ടാവും അതെല്ലാ പ്രാവശ്യം മേടിക്കും. അതെ മെയിനായിട്ട് ഈ സൂപ്പർ മാർക്കറ്റ് അതൊക്കെ ഒരു തന്ത്രമാണത്. നമ്മള് ബില്ല് പേ ചെയ്യണ സമയത്താണ് ഈ സ്ഥലത്ത് കൊണ്ടുപോയത്. ആ സമയത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവില്ല, അപ്പൊ മേടിക്കാണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് പിന്നെ നല്ല അടിപൊളി സാമ്പാർ പൊടി, പിന്നെ ശിവന്റെ ഫേവറേറ്റ് അതൊരു സംഭവമാണ് കേട്ടോ. ഈ സാമ്പാർ പൊടിയും പിന്നെ മീറ്റ് മസാല പിന്നെ ഇതുകൂട്ട് ചിക്കൻ മസാലയും കൂടിയിട്ട് 79 രൂപ. അപ്പോൾ 2 അമ്മയ്ക്ക് കൊടുത്തേച്ചു, ഒരെണ്ണം ഞങ്ങൾ. പിന്നെ നമ്മള് മുണ്ടാള് മേടിച്ചിട്ടുണ്ട്. ഇത് എന്റെ ഫേവറേറ്റ് സാധനമായിരുന്നു, പക്ഷെ ഞാനിപ്പോ കഴിക്കാറില്ല, ശിവമാണ് കഴിക്കാറ്. ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാരണം ഞാൻ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ പെരിഞ്ചീരകം, നല്ല നാടൻ കടലയാണത്. ആ കടല. ഇത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം ഗുഡ് ലൈഫിന്റെ പാല് കിട്ടില്ല സാധനം ഉണ്ടാവും. ഇത് നാശാവില്ല, ഒരാഴ്ചയിലായാലും കൂടുതൽ ഇരിക്കുന്നൊക്കെ തോന്നുന്നു. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ ഉപ്പ് മേടിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം കടുക്, ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ മേടിച്ചത്. പിന്നെ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചാണ്. വെറും 299 rupees ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ്. അതിന്റെ കൂടെ ഞാൻ ഈ ഒരു ഷർട്ടും കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. കൂടി ഒന്ന് ഷേപ്പ് ആക്കണം. പിന്നെ വിന്ദുവിന് ഒരു റെഡ് പലാസ, അതേപോലെ പൂക്കളുള്ള പലാസ, പിന്നെ വിന്ദുവിന് ഒരു ടോപ്പ്, പിന്നെ നമ്മുടെ ശിവുവിന് വീട്ടിലിടാനായിട്ട് 2-3 ഫാൻറ്റുകള്. അതിന്റെ ഇടയിൽ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട്. ഇത് പേര് നല്ല ഭാരമുണ്ട്. ഇത് എത്ര, ഇത് 3 to 5 കിലോ. 1 മാസത്തെ 2 മാസത്തേക്ക് തന്നെ എങ്ങോട്ടും പോണ്ട ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റിന് 59 രൂപയാണ്. 59 രൂപയാണ് വരുന്നത്. അപ്പൊ ഒരു 4 പ്ലേറ്റ് മേടിച്ചു വൈറ്റ്. അപ്പൊ ഇത് നെസ്റ്റോല് നവംബർ 9ഉം 10ഉം മാത്രം ഉണ്ടായിരുന്നു ഒരു ഓഫർ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് പോയിട്ട് അല്ല നിങ്ങൾ കാണുന്നത് ഏത് ദിവസം അറിയില്ലല്ലോ ഈ വീഡിയോ, അത് കാരണം ഞങ്ങള് പിന്നെ എപ്പോഴും വീഡിയോ ഇടൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുടെ കാര്യം അറിയില്ല. ഇത്തിരി സാധനങ്ങൾ നോക്കിയേ, ഇത്തിരി സാധനങ്ങൾ നമ്മൾ മേടിച്ചു പോയതിനേക്കാളും ബഡ്ജറ്റ് കൂടുതലാണ് വന്നത് എടുത്തു വന്നപ്പോ. അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതുപോലെ നമ്മള് 6000-ത്തിനേക്കാൾ ഇച്ചിരി കൂടിയില്ലേ, കുറച്ച് കൂടി നിന്നു. നമ്മള് ഒരു 3000 വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷെ ഒരു 6000 രൂപയ്ക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഒരു ചെറിയൊരു കട തുടങ്ങാം. അതെ, ഇതിന്റെ പേര് കണ്ട, അമ്മ വിളമ്പിയ രുചി വീട്ടമ്മ. അപ്പൊ ഓക്കെ. പിന്നെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്, ഡ്രീം കേക്ക്. അത് എന്റെ വീട്ടിൽ പോയിട്ട് മുറിച്ച് തിന്നു. ഫുള്ള് ഏലുണ്ട് ബാക്കി. അയ്യോ അത് പിന്നെ നമ്മള് കണ്ട പോലെ ഷോപ്പിംഗ് വ്ളോഗാണ് ഇന്നത്തെ. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മൾ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ ചാലഞ്ച് വീഡിയോ ആയിട്ട് വരാം, ട്രാവൽ വീഡിയോ ആയിട്ട് വരണം, പിന്നെ മറ്റേ വീഡിയോ, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് ഇതുണ്ട്, പക്ഷെ എന്താ പറയുക, പണ്ടത്തെ ആ ഒരു വൈബിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണമല്ലേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്തൊക്കെ പറ്റി, പണ്ടും എടുക്കാനായിരുന്നു എന്ന് പറയില്ലേ, പിന്നെ എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നടാ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അവനെല്ലാവരും കാണുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ചുമ